ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷിജോ എന്ന് പറഞ്ഞ ആലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഷിജോ. അപ്പം ഇന്ന് നമ്മുടെ തോക്കാറ്റാലി രണ്ടെണ്ണം ഒരെണ്ണം പണിതായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാനായിട്ടും പിന്നെ വേറെ ഒന്ന് രണ്ട് കറ്റാലി നമ്മൾ ഒന്നുകൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം തെറ്റാൻ പോയി, പക്ഷേ മീനൊന്നും കിട്ടിയില്ല. കാരണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തായിരുന്നു. ഇന്നലെയൊക്കെ പോയായിരുന്നു. ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, ഇന്ന് ശനിയാഴ്ച പോയതാണ്. ഒന്നും കിട്ടിയില്ല, ഒന്നും കണ്ടില്ല, ഒരു സാധനം പോയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ കണക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ കുമരകം പ്രദേശത്തു നിന്ന് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോയെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെയാണ്. അതായത് പോളയും ശൈലിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതൊക്കെ അങ്ങനെ കിടക്കും. നമുക്കറിയില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ഈ ഭാഗത്തു നിന്ന് കുറച്ച് ദൂരേക്ക് പോകണം. കാവാലം ആ റേഞ്ചിലിട്ടൊക്കെ പോയി കഴിഞ്ഞാലേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. വള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് പരിപാടിയൊക്കെ വേറെ പരിപാടിയൊക്കെ കൂടി തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. സെറ്റപ്പാക്കാം. അപ്പം ഞാൻ ഇതൊന്ന് കാണിക്കാൻ വന്നിരിക്കുന്ന അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആണെന്ന് പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പണം തട്ടാലാണ്. വാൾനട്ടിൻ്റെ പോളിഷിംഗ് ആണ്. അടുപ്പിച്ച് പിടി. നമ്മുടെ സാധാരണ തോക്ക് തരല് തന്നെയാണ്. നമ്മൾ സാധാരണ തോക്ക് തരല്, പക്ഷേ ഇതിന് ശകലം റേറ്റ് കുറവുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിയിലുള്ള ചില വർക്കുകൾ ഞാൻ ഒഴിവാക്കി, അത്രേ ഉള്ളൂ. പക്ഷേ പവറോ സംഭവങ്ങളോ അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും ഒരു മാറ്റം അതല്ല. അതുപോലെ തന്നെ തടിയാലുള്ള ചില രാപ്പ് ഉരുട്ടും അങ്ങനെ ചില മാറ്റം നമുക്ക് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ വർക്കിനനുസരിച്ചാണ്, അതായത് നമ്മുടെ പണിഭാരത്തിനനുസരിച്ചാണ് നമ്മൾ ലേബർ ചാർജ് കൊടുക്കും. അപ്പോൾ അത് ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാവൊന്നും മനസ്സിലാവില്ല അല്ലേ, തോന്നുന്നില്ല. പിന്നെ അത്രയ്ക്ക് ഡീപ്പായിട്ട് അറിയാമെന്നൊന്നും മനസ്സിലാവും. പക്ഷേ ഇതേ ചില സാധനങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും നമ്മുടെ വർക്ക് കുറയുമ്പോൾ നമ്മൾ ആ വർക്കിനനുസരിച്ചുള്ള റേറ്റ് നമ്മുടെ കുറയും, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഭാഗത്ത് നമ്മൾ വേണ്ട, ഇത്രയും ഭാഗം മതി മീൻ പിടിക്കും, പിന്നെ ഒരു ഷോ, ഇത്രയൊക്കെ ഉള്ളൂ. മീൻ കിട്ടുക, അതാണല്ലോ മെയിൻ കാര്യം. അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്നാണ്. ചില റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. റേറ്റ് ഞാൻ ഫോണിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റിൽ ചെയ്യുന്നൊരു വീഡിയോ പോക്കറ്റാലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ റേറ്റ് പറയുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ ആ റേറ്റ് വെച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ റേറ്റ് ഒന്നും ഇപ്പോൾ സാധനം കൊടുക്കാൻ പറ്റത്തില്ല. മറ്റേ എല്ലാ സാധനത്തിനും വില കൂടുതൽ, നമുക്ക് മേടിക്കുന്ന മെറ്റീരിയലിനും വില കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുമരകംകാരാണ്. ഇപ്പം എവിടെ കണ്ണൂർ ഇരിട്ടി എന്നൊരു സ്ഥലത്ത് നിന്ന് വിളിച്ചേച്ച് അവിടെ ഞാൻ കൂടെ തെറ്റാരി കൊടുത്തില്ല. അവർ പറഞ്ഞു മഹാനത്തടി ഇവിടെ ഒന്ന് കയറ്റിക്കൊണ്ട് പോകും, എനിക്ക് വൈകുന്നേരം. അവർക്ക് അത്ര ചീപ്പായിട്ട് അവർ കൊടുക്കുന്ന സാധനം. പക്ഷേ ഈ സാധനത്തിന് മഹാനത്തടി ചെയ്തു ഇതിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. അത്രേ ഉള്ളത്, എനിക്ക് വേറെ പറയാനില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചാണ് ഇതൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് അതൊക്കെ ഞാൻ വെച്ച് കാണിച്ച അമ്പ് ഇതാണ് ഞാൻ കാണിച്ച അമ്പ്. ഇത് ഇതുകൊണ്ട് ഞാൻ മീൻ തെറ്റുന്നൊരു വീഡിയോ ഉണ്ട്. പക്ഷെ അത് വേറെ ഫോണിനകത്താണ്. ഞാനത് നോക്കട്ടെ, കയറ്റാൻ പറ്റുമോ നോക്കട്ടെ ഇതിനിടയ്ക്ക്. അപ്പം ഇത് നീളക്കുറവാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം കുറഞ്ഞ അമ്പ് ആഴങ്ങൾ നിൽക്കുന്ന മീൻ അടിച്ചാൽ കിട്ടത്തില്ല, 100% സത്യം. അതുകൊണ്ട് ഞാൻ നീളം കൂട്ടിയെടുക്കും. വേറൊരു അമ്പ ഇത് കണ്ടോ. ഇതാകുമ്പോഴത്തേന് നമുക്ക് നല്ല അടി തിന്നാലും നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ചെന്നീളം കൂട്ടി ഉണ്ടാക്കുന്നത്. കറക്റ്റ് ആക്യുറസിയാണ്, ഇത് അതിൻ്റെ ബാലൻസ് ഒക്കുമ്പോഴത്തേക്കിന് കഴുന്നിൻ്റെ എന്നാ പറയുക ആക്യുറസി കറക്റ്റാവും. അപ്പോൾ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം അതൊക്കെ അറിയാം. ഞാൻ കാണിച്ചിട്ടുള്ളൂ. ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് അണ്ടർ വാട്ടർ കണ്ണിന് ഉപയോഗിക്കാവുന്നൊരു മെത്തേഡ് കേട്ടോ. നമ്മുടെ വട്ടം കഴിഞ്ഞ് തന്നെയാണ്. അണ്ടർ വാട്ടർ സ്പീഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കും. പിന്നത്തെ ഇതും അതുപോലെ തന്നെ ഒരു സാധനമാണ്. ഈ ഭാഗമെല്ലാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെ. പക്ഷേ ഈ സിസ്റ്റം ഞാൻ മാറ്റാൻ പറ്റും. കാരണം ഇത് നമ്മൾ ലോക്കൽ ബാൻഡല്ലേ. ലോക്കൽ ബാൻഡ് വരുമ്പോഴത്തേക്കിന് കറക്റ്റ് അതിന് ആക്യുറസി ശരിയാകുന്നില്ല. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഈ സിസ്റ്റം തന്നെ ആക്കാൻ പോവാണ്. നീളത്തിൽ കമ്പ് വെച്ചിരുന്നു. പല മോഡലെന്നുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ചെയ്ത് ശരിയാകാത്ത തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഓരോ എനിക്ക് നിർബന്ധമുള്ളൊരു സാധനങ്ങൾ ഞാൻ നോക്കുന്നിടത്ത് അമ്പ് നിൽക്കണം. അച്ഛൻ പറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. അച്ഛൻ തെറ്റാലി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നിടത്ത് അമ്പ് നിൽക്കണം. തെറ്റാലിയെന്ന് എങ്ങനെ പോകുന്നു, ഏത് ആംഗിളിൽ നമ്മൾ ചൂണ്ടുന്നു. ഇപ്പം ഇങ്ങനെ വെടിവെക്കുന്നതാണ്, ഏത് ആംഗിളിൽ ചൂണ്ടുന്നു. ഇവിടെ നിന്ന് ഇതൊന്ന് ചരട് അങ്ങോട്ട് വലിച്ചാൽ
ആ ചരട മുട്ട് നിൽക്കണം, കഴുന്ന് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. മൂട് തിരിഞ്ഞു പോയാലോ ഒരു ശകലമൊക്കെ പൊങ്ങിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല, മൂട് സ്വല്പം പൊങ്ങി നിന്നുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതുപോലും പാടില്ലെന്നുള്ളതാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മേളിലോട്ടോ കീഴോട്ടോ കഴുന്ന് താഴാൻ പറ്റില്ല. ആ തെറ്റാലിൽ നിന്ന് എങ്ങനെ പോകുന്നു അതേ ആംഗിൾ പോയി അവിടെ കുത്തി നിൽക്കണം, എന്നാലേ ഉള്ളൂ ആഴങ്ങളിലുള്ള മീൻ കിട്ടത്തുള്ളൂ. പൊങ്ങി നിൽക്കുന്ന മീൻ തെറ്റാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമുള്ളൂ. നമ്മളൊരു മണ്ണിലോട്ടൊരു ഇല വെച്ചിട്ട് അത് തെറ്റി കൊടുക്കുന്ന അത്രേ ഉള്ളൂ, മോനെ അവിടെ ചെന്ന് കൊണ്ടാൽ മതി. പക്ഷെ മൂട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴങ്ങളിലുള്ള മീൻ തെറ്റിയാൽ കിട്ടത്തില്ല. അത് പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം നമ്മളത് ഞാൻ നിത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. പിന്നെ ഒരാൾ നമ്മളെ വിളിച്ചിട്ടും പറഞ്ഞായിരുന്നു, പിന്നെ ഇതിന് ഉന്നം കിട്ടത്തില്ലെന്ന്, ഇങ്ങനെ ഇതിന് ഉന്നം. അപ്പം പുള്ളി പറഞ്ഞ തെറ്റാന്നല്ലേ പറഞ്ഞു കേട്ടോ. പുള്ളി പറഞ്ഞ തെറ്റാവുന്ന പുള്ളി പറഞ്ഞതിനെ ഞാൻ പിന്നെ തള്ളിക്കളിയോ ഒന്നും ചെയ്യുന്നതല്ല. പുള്ളി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ പുള്ളി ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മൾ ചുമ്മാ വർത്താനം പറഞ്ഞല്ലോ, അത്രയും കൂട്ടിയാണ്, അല്ലാതെ വേറെ ഞാൻ തള്ളിക്കളയൊന്നുമല്ല. പുള്ളി പറഞ്ഞ മെത്തേഡാണിത്, ഈ ലോക്കിംഗ് സിസ്റ്റം. പുള്ളി പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അതിന് ആക്യുറസി കിട്ടത്തുള്ളൂ എന്ന് പുള്ളി പറഞ്ഞു. ഇങ്ങനെ ചെയ്താലും ആക്യുറസി കിട്ടും, ഇങ്ങനെ ചെയ്താലും ആക്യുറസി കിട്ടും. പുള്ളിക്കിത് വശം, അല്ല നിങ്ങൾക്കിത് വശം, ഇത് ഉപയോഗിക്കുക, എനിക്കിത് വശം, ഇത് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അല്ല ഇതിനൊക്കെയും വലിയ ഇതിനൊക്കെയും വലിയ എല്ലാം കണക്കാണ്. എൻ്റെ അപ്പനപ്പന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന മെത്തേഡ് ഇതാണ്, ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്ന മെത്തേഡാണിത്. പക്ഷേ ഇത് രണ്ടും നല്ലതാണ്. പുള്ളി പറഞ്ഞ സംഭവം തന്നെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതിന് കിട്ടുള്ള ഗുണം എന്നാണെന്നറിയോ? പുള്ളി പറഞ്ഞതിനുള്ള ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ലോങ്ങിലൊക്കെ ഒരു മീൻ നിന്ന് കഴിഞ്ഞാൽ തെറ്റാലി ഉപയോഗിക്കാണ്ട് ഇച്ചിരി ഒരു ബാലൻസ് കുറവുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊള്ളിച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മീൻ പഴക്കത്തില്ല, അങ്ങനെ തെറ്റാലി ആടത്തില്ല. അതേസമയം നമ്മുടെ ഈ സാധാരണ ലോക്കിംഗ് സിസ്റ്റം, ഇത് ലോക്കിംഗ് സിസ്റ്റം നമ്മുടെ സാധാരണ വട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പഴക്കത്തില്ല. പക്ഷേ ഒരു ശകലം ബാലൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തെറ്റാലി ഇത് ഇങ്ങനെയാണെന്നാണ് നമ്മൾ സെൻറ്ററിൽ പിടുത്തം മതി. ഇങ്ങനെ ഈ ആട്ടം വന്നു കഴിഞ്ഞാൽ അടിച്ചാൽ മീൻ കിട്ടത്തില്ല. പക്ഷേ നമുക്കത് വിഷയം. പക്ഷെ പുള്ളി പറഞ്ഞ മെതേഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊള്ളിച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. നമ്മൾ ഈ രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യുന്ന സാധനം, ഹോൾഡ് ചെയ്യാനുള്ള സാധനം വെച്ചു കൊടുക്കും. അന്നേരം ഏത് രീതി നമുക്ക് ഉപയോഗിക്കുന്ന ഏത് മെത്തേഡാണോ വശം അത് ഉപയോഗിച്ച് അതിൽ തെളിയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാനിതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ അറിഞ്ഞിരിക്കും, അത്രേ ഉള്ളൂ. ഇതൊരു ലോക്കിംഗ് സിസ്റ്റം നല്ലൊരു മെത്തേഡാണ്. പുള്ളി ഇങ്ങനെ ഇതുപോലെ ചെയ്യാനായിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞത്. നമുക്കത് അറിയാവുന്ന സംഭവമാണ്. പിന്നെ ഇന്നിപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ സിസ്റ്റം അല്ല ഉപയോഗിക്കുന്നത്, എല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നുള്ളൂ. ഇതിൻ്റെ തെറ്റി കാണിച്ചല്ലോ, തെറ്റി കാണിച്ചാൽ എന്തുകൊണ്ട് തെറ്റി കാണിച്ചാൽ വലിയ പോയി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ ആവശ്യം അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് സാധനം തരാൻ കേട്ടോ. ഇതിന് റീല് വെക്കണം, റീലുണ്ട്. ഈ റീൽ എടുത്ത് വെച്ചിട്ട് റൈഡ് 100 LB റൈഡ് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പം LB കുറഞ്ഞ റൈഡ് ആകുമ്പോഴത്തേന് പൊട്ടിപ്പോ സാധിക്കും, തെറ്റാലിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മറ്റേ തെറ്റാലിയുണ്ട്, ഈ തെറ്റാലുണ്ട്, അതിനൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ സാധനങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഒഴിവാക്കി വെച്ചത്. ഇനി ഇതേ സിസ്റ്റം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരാം, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ റീൽ വെക്കുന്ന ഓപ്ഷൻ ഇവിടെയാണ് കേട്ടോ, ഇവിടെ റീൽ വെക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഒരു വിജയശാലി ഇതൊരു 5-6 മാസം പഴക്കമുള്ള. ഇത് നേരത്തെ ഏതോ ഉപയോഗിക്കുന്നത് കാര്യമാണ്. ഇപ്പോൾ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താണ്. ഇത് ഞാനൊരു ഓർഡർ വന്നിട്ടുണ്ടാക്കിയതാണ്. പുള്ളിക്ക് കണ്ണി കല്ലടിച്ചിട്ട് പുള്ളി ഹോസ്പിറ്റലായി പോയി. അതാണ് ഞാൻ ഇരുന്നത്. അതിന് ഓർഡർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ആർക്കെല്ലാം ആവശ്യമുണ്ട് വിളിച്ചാൽ. പിന്നെ നമ്മൾ പുതിയ തെറ്റുകളൊക്കെ പണിപ്പുരയിലാണ് പല രീതിയിലുള്ള സാധനങ്ങളും പരീക്ഷണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പരീക്ഷിച്ച് വിജയിച്ചാൽ ഞാനത് നിങ്ങൾക്ക് നമ്മുടെ ചാർജ് കൊണ്ടുവരും. ഇത് തെറ്റിയ മീൻ കിട്ടത്തില്ലെന്ന് ഞാൻ പറയും. തെറ്റിയ മീൻ കിട്ടും. ഇതെനിക്ക് വേണമെങ്കിൽ കൊടുത്ത് കാശ് മേടിക്കാം. നിങ്ങൾ തെറ്റിയാൽ നിങ്ങൾക്ക് മീൻ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്ത, മനസ്സിലായി? എനിക്ക് തൃപ്തികരമല്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാറ്. ഇത് വലിച്ചു വെച്ചാൽ ഒന്നുമില്ല. സാധനം വെച്ച് താഴെ ചവിട്ടി പിടിക്കുക. ഇത് തന്നെ വലിച്ച് അമ്പ് വെച്ച് നോക്കി താവിട്ടിരിക്കും. അതിൻ്റെ അമ്പ് ഞാൻ കാണിച്ചത് ഇതല്ല അതിൻ്റെ അമ്പ്. ഇത് മോനം ശരിയാക്കിയിട്ടില്ല, ഞാൻ തെറ്റൊന്നുമില്ല. ഇത് തന്നെ ലോക്കായി.
ഇത് നമ്മൾ സാധനം ഇരുന്നണ്ട. പക്ഷേ ഇനി ആക്രസി എനിക്ക് അത്രയ്ക്കൊന്നും തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മീനടിച്ചാൽ മീൻ കിട്ടും. ചുമ്മാ ഞാൻ അതിന് മണ്ണിലോട്ട് റെഡി ഇരിക്കും. എന്താ അത് മണ്ണി കുത്തിയിട്ട് മറിഞ്ഞു വരാം. അത് കയറ്റക്കുറവാണ്. തലക്കണക്ക് കൂടുതലാകുമ്പോൾ ഇത് മന്ത് പോലും ഇതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ മണ്ണോട്ട് ഇത് രാഗി മോനെ ആക്കണം. അതുകൊണ്ട് തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ മീൻ കിട്ടും. ഞാനത് സിസ്റ്റം ഒന്ന് മാറ്റി ചെയ്യുന്ന വെച്ചിട്ടുണ്ട്. അല്ലെ പിന്നെ ഈ റബ്ബർ നമുക്ക് ഒരേ വലിവിലുള്ള കറക്റ്റ് സാധനമായി. ലോക്കൽ ബ്രാൻഡില്ല, ചെറിയ വലിയ വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോഴത്തെ അങ്ങനെ വ്യത്യാസം വരും. ഞങ്ങൾ അതൊക്കെ തീർത്ത് തുടങ്ങണം. മെനക്കെട്ടാ ശരിയാക്കി എടുക്കാം. അപ്പം ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ. സാധനം കമ്പനിയിൽ കൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പം പുള്ളി അങ്ങനെ അഭിപ്രായം പറഞ്ഞാണ് ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. അപ്പം അത് ആ പുള്ളിക്കത് വശമുള്ളതുകൊണ്ട് പുള്ളി അത് ഉപയോഗിക്കുന്നു. എനിക്കത് ഇതുമെല്ലാം വശമാണ്. നമ്മളത് ഇങ്ങനെ സാധനം ഉണ്ടാക്കി കൊടുക്കുക, നമ്മളതെല്ലാം അറിഞ്ഞിരിക്കാൻ ബാധ്യതയാണ്. അപ്പം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പം ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി അപ്രീഷിയേറ്റ് ചെയ്ത് ഓക്കെ, അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. നമുക്ക് മാറ്റം വരുത്താം, റേറ്റ് ചെയ്യണോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ചെറിയൊരു വീഡിയോ ആണ്, മീൻ പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഇതുകൊണ്ട് മീൻ അടിക്കുന്ന വീഡിയോ ഉണ്ട്. അത് വേറെ ഫോണിലാണ്. അതിന് കയറ്റി ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മളെ ഇതിലൂടെ അറിയിക്കുക. വീഡിയോ ഇവിടെ നിർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീഡിയോ വല്ലതും കിട്ടിയാൽ കാണാം, അല്ലെങ്കിൽ വീഡിയോ കിട്ടുന്ന സമയത്ത് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.